മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മ ന്യൂസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ധർമ്മ ന്യൂസ് എന്നുള്ള ഒരു പബ്ലിക്കേഷൻ വിങ് നിങ്ങളുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം ലഭിക്കുന്ന ധർമ്മ ന്യൂസ് .in, ഡിഫൻസ് ന്യൂസ് .in എന്നുള്ളത് ഭാരതത്തിലെ ഡിഫൻസിൻ്റെതാണ്. ധർമ്മ ന്യൂസ് .in എന്നുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലാണ്. അതിൽ വരുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഞാനിവിടെ വായിക്കുന്നു. GST എന്ന് പറയുന്ന ഭാരതം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സർവീസ് ടാക്സിന്റെ അത് മിക്കവാറും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാകുമെന്നും എല്ലാവരും, കോൺഗ്രസ് ഒഴികെ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ ഏറ്റവും വലിയൊരു കടമ്പ നമ്മുടെ ഗവൺമെന്റിനുള്ളത് അപ്രകാരം ഇല്ലാതെയാകും എന്ന് തോന്നുന്നു. രണ്ടാമത്തെ വാർത്ത, ഡിജിറ്റൽ സാക്ഷരതയുടെ കീഴിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് തികച്ചും ഇന്നത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയിൽ 82,72,26 പേരാണ് ട്രെയിനിങ് കഴിഞ്ഞവര്. 82 ലക്ഷം പേർക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് 57,78,239 പേർക്കാണ്. അതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോലി കിട്ടിയത് 24,24,690 പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അവര് ജോലിയിൽ പ്രവേശിച്ചു. ട്രെയിനിങ് സെന്ററുകൾ 1944 സെന്ററുകളിലാണ് ട്രെയിനിങ് ഉള്ളത്. ട്രെയിനിങ് കൊടുക്കുന്നത് 12 ഭാഷകളിൽ ഉള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടാണ്. ഏത് സമയത്തും 10 ഭാഷകളിലൂടെ എവിടെ വേണമെങ്കിലും ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. ഭാരതത്തിലെ 30 സ്റ്റേറ്റുകളും ഈ ഡിജിറ്റൽ സാക്ഷരതാ സംഭവം പരിപാടികൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1 കോടിയിലധികം ജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരത കിട്ടുകയും ഭംഗിയായിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഭാരതത്തിന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ് പറഞ്ഞത്, വി ആർ ഉഷറിംഗ് ആൻ ഇറ ഓഫ് ഡിജിറ്റൽ റെവല്യൂഷൻ. ഒരു ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പാവപ്പെട്ട കുടുംബത്തില്, വീട്ടില് സാമൂഹികമായിട്ട് പിന്നോക്കം ഇരിക്കുന്നവരെയും ഇതുപോലെയുള്ള ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്. അടുത്തത്, വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സ്പെക്ട്രം, ടെലിഫോൺസിനും ടിവിക്കും റേഡിയോയിനും എല്ലാം ആവശ്യമായിട്ടുള്ള മെഗാഹെർട്സ് വേവ് ലെങ്ത് ഉള്ള സ്പെക്ട്രം വിൽക്കാനായിട്ട്, ലേലം വിളിക്കാനായിട്ട് പോവാണ്. 700 മെഗാഹെർട്സ് വേവ് ലെങ്ത്തും 2500 മെഗാഹെർട്സ് വേവ് ലെങ്ത്തും അത് ഓപ്ഷൻ ചെയ്യുമ്പോൾ ഈ ആഴ്ചയിലായിരിക്കും ഓപ്ഷൻ ചെയ്യുക. 5.36 ലക്ഷം കോടി രൂപയാണ് അതിൽ നിന്ന് വരവ് പ്രതീക്ഷിക്കുന്നത്. 5.36 ലക്ഷം കോടി രൂപ അതിൽ നിന്ന് വരവ് പ്രതീക്ഷിക്കുന്നു. ഈ മാസം തന്നെ 30,000 കോടി രൂപ അതിൽ നിന്ന് 2100 മെഗാഹെർട്സും 1800 മെഗാഹെർട്സും അത് ലേലം ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള 2G 3G സ്പെക്ട്ര എല്ലാം ലേലം ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസയാണ് DMK മന്ത്രിമാര് പലതും ഷെയർ ചെയ്തത്, അവരുടെ TV ചാനലിന് ഉപയോഗിച്ചതും, ലോകത്തിലെ ഏറ്റവും വലിയ കറപ്ഷൻ എന്ന് പ്രഖ്യാപിച്ചത് സംഭവിച്ചതും. ഏതായാലും നമ്മുടെ ഗവൺമെന്റിന് ഈ 2 വേവ് ലെങ്ത്തിൽ നിന്ന് മാത്രം 5.36 ലക്ഷം കോടി രൂപ വരുന്നു എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഈ വർഷം വരെ, ഈ 2 വർഷമായിട്ട് 10,000 ടെക്നോളജി സാങ്കേതിക വിദ്യയിലൂടെ സ്റ്റാർട്ടപ്പ് എന്ന ബിസിനസ് വെഞ്ചർ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10,000-ഓളം സ്റ്റാർട്ടപ്പ് ടെക്നോളജി. അത് ഗ്ലോബലി കോമ്പറ്റേറ്റീവാണ്. അത് ചെറിയ ഗ്രാമത്തിൽ മാത്രം വിജയിക്കുന്നു, പട്ടണത്തിൽ വിജയിക്കുന്നു, ഒരു സംസ്ഥാനത്തിൽ വിജയിക്കുന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ വിജയിക്കുന്നു എന്നുള്ളതല്ല. ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഗ്ലോബലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള 10,000 സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ഭാരതത്തിൽ വികസിച്ച് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുള്ളവർക്കും അതിൻ്റെ ഫലങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാൻ പാകത്തിന് ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഭാരതത്തില് ധാരാളം സൗകര്യങ്ങൾ ഓരോ തരത്തിലുള്ള ഫെസിലിറ്റീസും ലഭിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടാക്സ് കൊടുക്കാനും ടാക്സിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാതിരിക്കാനും ടാക്സ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ വരാനും എല്ലാവരും വ്യക്തമായിട്ട് ശ്രമിക്കണമെന്നും ടാക്സ് കൊടുക്കുന്നത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമാണെന്നും ഭാരതത്തിലാണ് ഏറ്റവും കുറവ് ടാക്സ് ഉള്ളതെന്നും ആ കുറവ് ടാക്സെങ്കിലും കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പെട്രോളിന് നമുക്ക് പൈസ കൊടുക്കാൻ ഒരു വിഷമവുമില്ല, വലിയ വലിയ കാറുകൾ വാങ്ങിക്കാൻ നമുക്കൊരു വിഷമവുമില്ല, വളരെ ഉയർന്ന നിലവാരത്തിൽ സൗകര്യങ്ങളുള്ള കാറുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കാൻ വിഷമവുമില്ല. പക്ഷേ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോഡ് ടാക്സ് കൊടുക്കാൻ അല്ലെങ്കിൽ ടോള് കൊടുക്കാൻ മാത്രം നമ്മൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാകരുത് എന്ന് പറയുന്നു എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. ശരിക്ക് പെട്രോളിനും ഡീസലിനും വാഹനത്തിനും ഇൻഷുറൻസിനും എല്ലാം പൈസ കൊടുക്കാമെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന റോഡിനുള്ള പൈസയും കൂടി കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു. മെക്ഡൊണാൾഡ് എന്ന കമ്പനി സാധാരണ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതാത് ദേശത്തിൽ കേന്ദ്രീകരിക്കാറില്ല. ഏതായാലും ഭാരത ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം $500 മില്യൺ ഭാരതത്തിലെ ജനതയ്ക്ക് ജോലി ഉണ്ടാക്കാനായിട്ട് പുറം രാജ്യത്തിലെ വർക്ക് ഭാരതത്തിൽ ചെയ്യിക്കാനായിട്ട് മെക്ഡൊണാൾഡ് കമ്പനി തീരുമാനിച്ചിരുന്നു. സുഷമാ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും രവിശങ്കർ പ്രസാദുമെല്ലാം നിരന്തരം ചൈനയിലേക്ക് പോയിട്ട് ചൈന ഗവൺമെന്റിന് പാകിസ്ഥാനോടുള്ള ആഭിമുഖ്യം അതൊന്ന് പതുക്കെ കുറയ്ക്കാനും ഭാരതത്തോടുള്ള ആഭിമുഖ്യം കുറച്ചു കൂട്ടാനും ശ്രമിച്ച്, അതുപോലെ തന്നെ NSGയിലുള്ള അംഗത്വത്തിന് ചൈന എതിർക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കാനും തീരുമാനിച്ചു. പക്ഷേ ചൈന എപ്പോഴും വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും സുഷമാ സ്വരാജ് പറഞ്ഞു ചൈന മിക്കവാറും ഭാരതത്തെ സപ്പോർട്ട് ചെയ്യും എന്ന്. അടുത്തത് അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ബംഗാള് ഒരു വലിയ പോർട്ട് ഉണ്ടാക്കാൻ പോകാം. 4231 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ബംഗാൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. നേപ്പാൾ ഗവൺമെന്റ് ഭാരതത്തോട് കുറച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നേപ്പാള് ചൈനയോട് ചേരുന്നതിന്റെ രീതിയിൽ അവർ പ്രഖ്യാപിക്കുകയും ചൈന നേപ്പാളിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ അയൽരാജ്യമായിട്ടുള്ള നേപ്പാളിനോട് കൂടുതൽ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് നേപ്പാളിലെ ഏത് പ്രോഡക്റ്റും വിദേശ രാജ്യത്തിലേക്ക് അയക്കാൻ കൽക്കട്ട തുറമുഖവും ഹാൽഡ തുറമുഖവും ഉപയോഗിക്കാനുള്ള അനുവാദം പണ്ട് കൊടുത്തിരുന്നു. നേപ്പാളിലെ പ്രോഡക്റ്റ് ഭാരതത്തിലെ പ്രോഡക്റ്റിന് കിട്ടുന്ന പ്രാധാന്യത്തോടുകൂടി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വിശാഖപട്ടണം തുറമുഖവും നേപ്പാൾ ഗവൺമെന്റിന് ഉപയോഗിക്കാനായിട്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭാരതവും നേപ്പാളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ ഇത് വളരെയേറെ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒറീസയില് 1000 കോടി രൂപ ചെലവഴിച്ചിട്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു 203 ഹെക്ടാർ സ്ഥലത്ത് ഒരു ഇലക്ട്രോണിക് പാർക്ക് വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് നടത്തുന്നത്. ബോയിങ് വിമാനം ടാറ്റ കമ്പനിയുമായിട്ട് ചേർന്ന് ഹൈദരാബാദിൽ നിർമ്മിക്കാനുള്ള വലിയൊരു പ്രോജക്റ്റ് തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ F-16 വിമാനങ്ങൾ അത് സാധാരണഗതിയിൽ അമേരിക്കയ്ക്ക് പുറത്തുണ്ടാക്കാൻ അനുവദിക്കാറില്ല. F-16 വിമാനം ഭാരതത്തിൽ നിർമ്മിക്കാൻ F-16 യുദ്ധവിമാനത്തിന്റെ കമ്പനികളും തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഹൈദരാബാദിലായിരിക്കും വരിക. പിന്നെ വേറെ രസകരമായിട്ടുള്ളത് അമേരിക്കയിലെ അനവധി യൂണിവേഴ്സിറ്റികൾ യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹാള് തന്നെ എല്ലാ ദിവസവും യോഗാഭ്യാസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ധാരാളം പള്ളികൾ യോഗ പഠിപ്പിക്കാനായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഭാരതീയമായ യോഗ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതില് ഐകമത്യ സൂക്തം ഉൾപ്പെടെ. അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ ചെന്ന് ഐകമത്യ സൂക്തം ഉള്ളതുകൊണ്ട് യോഗ പഠിക്കാൻ സാധിക്കില്ല. ഇവിടെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗയും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവർക്ക് എന്തായാലും ഒറിജിനലാണ് അവർക്ക് വേണ്ടത്, ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അല്ല വേണ്ടത്. അരിസോണ യൂണിവേഴ്സിറ്റിയും ഒഹായോ യൂണിവേഴ്സിറ്റിയും പ്രസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവരും സ്പെൻസർ യൂണിവേഴ്സിറ്റി എല്ലാം യോഗ പഠിപ്പിക്കാനും അനവധി പള്ളികളിലൂടെ യോഗ പഠിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇന്ത്യ പ്ലേയിങ് ദ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഗ്ലോബൽ അജണ്ട. ലോക ബാങ്ക് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശരിക്കും ഭാരതം ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് അജണ്ട വികസിപ്പിക്കുന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു മാതൃകയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ അധികം മാൻലെസ് വിമാനങ്ങൾ, പൈലറ്റ്ലെസ് വിമാനങ്ങൾ തന്നെത്താനെ ഭാരതത്തിന്റെ അതിർത്തി സംരക്ഷിക്കാനായിട്ട് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യൻ മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോൺസ് എന്ന് പറയുന്ന വിമാനം, പെട്രോളിൽ ഓടിക്കുന്ന വിമാനം, പെട്രോളിൽ ചലിപ്പിക്കാവുന്ന പറക്കുന്ന വിമാനം തരാനായിട്ട് തീരുമാനിച്ചു. സാധാരണ അമേരിക്ക അവരുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിനല്ലാതെ അങ്ങനെയുള്ളത് കൊടുക്കാറില്ല. പിന്നെ ഭാരത മിസൈൽ ടെക്നോളജി, അതിൽ 69 രാഷ്ട്രങ്ങളുള്ള, അതിനകത്ത് 69 48 ആണ് അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഭാരതം ചേരുന്ന അവസ്ഥയിൽ അതിഗംഭീരമായിട്ടുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ ഭാരതം ഒരു ഉജ്ജ്വലമായിട്ടുള്ള സ്റ്റേഡിയം പണിതു കൊടുക്കേണ്ടായി. അഫ്ഗാനിസ്ഥാനിലെ ഡാം പണിതു കൊടുത്തതുപോലെ ധാരാളം രാജ്യങ്ങൾക്ക് ഭാരതം കൊടുക്കുന്ന സഹായം പോലെ തന്നെ ജാഫ്നയിലെ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചു. അത് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇനാഗുറേറ്റ് ചെയ്തു. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആ സ്ഥലത്ത് സ്റ്റേഡിയത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അടുത്ത ചെറിയൊരു വാർത്തയാണെങ്കിലും കേരളത്തിലെ ഹൈക്കോടതി ലൈസൻസ് ഇല്ലാത്ത സ്ലോട്ടർ ഹൗസ്, അറവുശാലകളെ നിരോധിക്കാനും നല്ല അൾട്രാ മോഡേൺ ഫെസിലിറ്റീസിനോടുകൂടി അറവുശാലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ തേയില എക്സ്പോർട്ട് കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. കുരുമുളകും ഏലക്കായും കശുവണ്ടിയും എല്ലാം അസാധാരണമാം വിധത്തിൽ ഇപ്രാവശ്യം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഇൻകം അതിലൂടെ ഉണ്ടാവുന്നുണ്ട്. 4493 കോടി രൂപയുടെ 23.3 കോടി കിലോഗ്രാം തേയിലയാണ് എക്സ്പോർട്ട് ചെയ്യാറുള്ളത്. മാത്രമല്ല ഭാരതം നിരന്തരം വളരുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഭാരത ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സഹായവും ലഭിക്കാതിരിക്കുന്നില്ല. കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്ത 30,000 വീടുകൾ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റില് മിനിറ്റുകൾ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു. അതിൽ 26,255 വീടുകൾ അർഹതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ തയ്യാറാക്കാൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരതത്തോടൊപ്പം പിണറായി വിജയനും മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഭാരതത്തിലെ എല്ലായിടത്തുമുള്ള വളർച്ച കേരളത്തിലും ഉണ്ടാകുമെന്ന് ധർമ്മ ന്യൂസിലൂടെ നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.